നമുക്ക് ഇതുവരെ പാർട്ടി ആണെങ്കിലേ 25K ആയിട്ട് യൂട്യൂബില് അത് മാത്രല്ല ഇൻസ്റ്റയിൽ 8K ആയിട്ട് നമുക്ക് ഒരു ട്രീറ്റും തന്നിട്ടില്ല. ഇപ്പൊ എന്താ അതിന്റെ പ്രശ്നം? എന്താ വേണ്ടിയ ഫുഡ് കഴിക്കണം? നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം ഏതാണുള്ള സ്പോട്ട്? നമുക്ക് നാസ് അറേബ്യയിൽ പോവാം. അടിപൊളി എന്താ പറയണ്ടേ, ഫാമിലിക്കെല്ലാം പോയി ഇരിക്കാൻ വേണ്ടി പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ് നാസ് അറേബ്യ. അവിടത്തേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ നാസ് അറേബ്യ. ഒരുപാട് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല അവിടുത്തെ ഡൗൺ സ്റ്റൈഡിൽ തന്നെ ഒരുപാട് ആൾ ഇരിക്കാൻ വേണ്ടി പറ്റുന്ന സിറ്റിങ്ങും കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നു. ആ വെൽക്കം ഡ്രിങ്ക് കുടിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അംബ്രൻ്റെ ആ ഒരു എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാവും അത് ഒരുപാട് ടേസ്റ്റി. ആ ഒരു സമയത്ത് നമ്മൾ റിഫാസ് എടുത്ത് വന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും റിഫാസ് ഇവരൊക്കെ എങ്ങനെയാണ് പരിചയം എന്നുള്ളത്. റിഫാസ് ശരിക്കും പറഞ്ഞാൽ ഇവരെ കണ്ണൂർ ചാല റോഡിൽ ഒരു ഹോട്ടലുണ്ട്, നാസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നുള്ള പരിചയമാണ്. നമ്മൾ ക്ലീനിങ് പ്രോഡക്റ്റ് ഒക്കെ അവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആണ്. ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട സൗകര്യം അവിടെ ഉണ്ട്. അതുകൂടാതെ AC റൂമും അവൈലബിൾ ആണ്. എല്ലാ മക്കളെ പ്ലേറ്റും നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതിയാണ്, നമുക്ക് വല്ലത് ഓർഡർ ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടർ ആയാലോ, ഇവരെ സ്പെഷ്യൽ സ്റ്റാർട്ടർ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു നിമിഷത്തിലായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ടർ കോക്ടെയിൽ ഷവർമ ആ പേര് പോലെ തന്നെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവരുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ആ സോസും അതുപോലെ തന്നെ മയൂനീസും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഷവർമ എന്ന് തന്നെ പറയാം. സ്റ്റാർട്ടർ കഴിച്ച് തീർന്നതും ഓർമ്മയില്ല, അതാ വരുന്ന കീ പൊറോട്ട ബീഫിൻ്റെതായിരുന്നു. അത് ജിം പറഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള പറഞ്ഞു തരാം. അങ്ങനെ അതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ആവി ഇങ്ങനെ പറക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ആർത്തിയോട് കൂടി ജിമ്മ ഒരു പൊറോട്ടൻ്റെ പീസും 2-3 ബീഫും ഇങ്ങനെ വായി തള്ളിക്കയറ്റി തിന്നാനും അതുപോലെ തന്നെ വായിന്ന് വെറുക്കാനും പറ്റാത്തൊരവസ്ഥയിലായി. കളിക്കുന്ന കണ്ടപ്പോൾ ഞാനൊന്ന് വിചാരിച്ച് അതൊന്ന് കഴിച്ച് നോക്കണം. ആ ആവിയിൽ പറക്കുന്ന ആ പൊറോട്ടൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ മക്കളെ, ഒരു രക്ഷയില്ല. കിളി പോയി എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. പിന്നെ വന്നത് നമ്മൾ ആഗോലി തവാ ഫ്രൈൻ്റെ കൂടെ തന്നെ നമ്മൾ നൂൽ പൊറോട്ട കഴിഞ്ഞ ഉടനെ നമ്മളെ മടക്കിയ ചപ്പാത്തിൻ്റെ കൂടെ തന്നെ എന്താ വന്നത്, ഷവായി, നല്ല മസാല ഷവായി. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ കുട്ടികളെ കിളി പോയിട്ടുള്ളത്. മസാല ഷവായി എന്ന് പറഞ്ഞാൽ ഇവരെ വേറെ ലെവൽ സംഭവമാണ്. അങ്ങനെയുള്ള ഒരു സാധനം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ മോശമല്ലേ. ആ ചിക്കൻ്റെ പീസിങ് എടുത്തിട്ട് ആ മയോണൈസിൽ ഡിപ്പ് ചെയ്ത് വായിലിട്ട് എൻ്റെ സാറേ ഒന്നും പറയാനില്ല. ആ മസാലൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഇങ്ങനെ ഏമ്പി എടുത്തു പോകും. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ആ നൂൽ പോലെയുള്ള പൊറോട്ടയും അതുപോലെ തന്നെ ഫിഷ് തവ ഫ്രൈ ആണ്. ആഗോലി ഫിഷ് തവ ഫ്രൈ. ആ പൊറോട്ടയും എടുത്തിട്ട് ആ മസാലയും ഡിപ്പ് ചെയ്തിട്ട് ആ ആഗോലിൻ്റെ പീസൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ മോനെ ആവി പറക്കുന്ന കണ്ട അതിങ്ങനെ വായിൽ കയറ്റുന്നവരുണ്ടല്ലോ, കിളി പോയി എന്നല്ലാണ്ടൊന്നും പറയാനില്ല. അപാര ടേസ്റ്റ്. ആ മസാല വീണ്ടും കഴിക്കാൻ വേണ്ടി തോന്നുകയാണ്. അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞിട്ടില്ല. അതാ വരുന്നത് നമ്മളെ ജെല്ലിക്കെട്ട് മന്തി. ഇവരെ സിഗ്നേച്ചർ ഐറ്റമാണ് ഇവിടുത്തെ ജെല്ലിക്കെട്ട് മന്തി. ആ ജെല്ലിക്കെട്ട് മസാലയോട് കൂടിയിട്ടുള്ള ആ മന്തി വേറെ ലെവൽ സംഭവമാണ്. ഈ ഒരു മന്തി പൊട്ടിക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ആവി വറക്കുന്ന മന്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ജെല്ലിക്കെട്ട് മസാല കൂടിയിട്ട് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ റൈസും കൂട്ടിയിട്ട് ആ വായിലങ്ങ് കയറ്റിയപ്പോൾ ഇരുന്ന മോനെ, അതിൻ്റെ ഫ്ലേവർ വേറെ ലെവലായിരുന്നു. ഇതുവരെ കഴിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ജിയ പറഞ്ഞ് ഞാനൊന്ന് കഴിച്ചോട്ടെ. ആ ചൂടനെയും പോയിട്ടില്ല കേട്ടോ. ആ റൈസിൽ നിന്നുള്ള ആ ജിയൻ്റെ ആ ഒരു എക്സ്പ്രഷനെങ്കിലും നോക്കിക്കോ, അതിൽ തന്നെ മനസ്സിലാവും എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. പിന്നെ നമ്മുടെ ടേബിൾ കണ്ട കാഴ്ച ഇതാണ്. ഏതോ ഒരു യുദ്ധം കഴിഞ്ഞ് എൻ്റെ ഫീലായിരുന്നു ആ ഒരു ടേബിളിൽ. അതും കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അതാ നമ്മളെ അടുത്ത മൊജിറ്റോ. ഇവരുടെ അടുത്ത് ഒരുപാട് ടൈപ്പിലുള്ള മൊജിറ്റോവും അതേപോലെ തന്നെ അവിൽ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ട്. ഇവരുടെ ഫേവറേറ്റ് അവിൽ മിൽക്ക് ഷേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. മൊജിറ്റോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്ലൂബെറി, ഫ്രാഷൻ ഫ്രൂട്ട്, ഓറഞ്ച്, ഈ 3 ഫ്ലേവറുകളിലായിരുന്നു. 3ഉം നമ്മളെ 3 കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട് എന്നാണ് പറഞ്ഞത്. അടിപൊളി എന്നാണ് ജയാൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞ് അവിൽ മിൽക്കായിരുന്നു. അവിൽ മിൽക്ക് ജിയുമയാന്ന് പറഞ്ഞത്. അവിൽ മിൽക്ക് കുടിച്ചിട്ട് ജിയുമാൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോ, ഞാൻ അതിന് ഒരു അഭിപ്രായം പറയുന്നില്ല. ഫുഡ് അടിപൊളിയല്ലേ, നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. സാധാ മന്തിയെല്ലാം കുറെ കഴിച്ചു, പക്ഷെ ഈ ജെല്ലിക്കെട്ട് മന്തി പൊളിച്ചൊരു സംഭവം. അപ്പൊ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ എവിടെയാന്ന് നമുക്ക് പറയാം. പറഞ്ഞു കൊടുക്കാം മക്കളെ വാ. അപ്പൊ ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക്
പൂക്കോടാണ് ഈ ഒരു ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പൊ നാസ് അറേബ്യ ആരും മിസ് ചെയ്യേണ്ട, നാസ് അറേബ്യ. അപ്പൊ എല്ലാരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് ബൈ.